നൈമിത്രയുടെ 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 ഒരു രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് അറിയണ്ടേ? എല്ലാവരും വായോ, നമുക്കിത് നോക്കാം എന്താണെന്ന്. പൊളിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയായ നൈമിത്രയുടെ സ്വന്തം ബീഫ് അച്ചാർ. കൊള്ളാവോ? സൂപ്പർ തന്നെ. നീ എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അടിപൊളി മാത്രമേ പറയാനുള്ള. അടിപൊളി മാത്രമേ പറഞ്ഞോണ്ടിരുന്നത്. എന്തൊക്കെയാ ഇപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുകയാണ്. ചോറിലൊഴി എടുത്ത് വെച്ച് നമ്മൾ കഴിക്കണം. ഇപ്പം നമുക്കിങ്ങനെ ചാറോട് കൂടി ഇരിക്കും. നമ്മൾ ഈ ഫ്രൈ ചെയ്താലേ, വെളുത്തുള്ളി നമ്മൾ ഫ്രൈ ചെയ്താണ് ഇടുന്നത്. ഇപ്രാവശ്യം നമ്മളിങ്ങനെ ഇട്ടു. പിന്നെ ഈ നമ്മുടെ കഷ്ണത്തിലോട്ട് ഈ ചാറെല്ലാം പിടിക്കും. എനിക്കും കൂടെ ഒരു പിടി തരണേ. ഒരു പിടി എനിക്കും കൂടെ തന്ന് എന്നെ സഹായിക്കുക. അച്ചാർ വെച്ച ഉടനെ തിന്ന് നോക്കുന്നതാണ്. പൊളി, സത്യമായിട്ടും പൊളിയേ. ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി അല്ലേ? ബീഫ് അച്ചാറിൻ്റെ പ്രിപ്പറേഷൻ മുഴുവനും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ചിലതൊക്കെ ചേച്ചി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തത്തില്ല. അവൾ ബീഫ് ഫ്രൈ ചെയ്തുകൊണ്ട് പകുതി എത്തിയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. ബീഫ് നന്നായി കഴുകി മസാല പുരട്ടി വേവിച്ചു നമ്മൾ ഫ്രൈ ചെയ്യുകയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഫ്രൈ ചെയ്ത് പൊടിക്കാൻ എടുക്കുന്ന വെളുത്തുള്ളി കുറച്ച് മാത്രമേ നമ്മൾ നോൺ വെജിൽ ഉപയോഗിക്കാറുള്ളൂ. ഒരുപാട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരുപാട് നമ്മളതിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ നോൺ വെജ് അച്ചാറുകൾക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. എന്തെന്ന് വെച്ചാൽ നമ്മൾ കെമിക്കലുകളോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ധാരാളമായി ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. ഫ്രൈ ചെയ്ത് അവൾ കോരി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മിസ്സായിക്കൊണ്ടിരുന്നു. പിന്നെ അവൾ ആ എണ്ണയിൽ തന്നെ അധികം ചുവന്നു പോകാത്ത എണ്ണയായതുകൊണ്ട് ആ എണ്ണയിൽ തന്നെ അവിടെ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കോഴി മാറ്റി വെച്ചിട്ട് കടുക്, ഇനി നമുക്ക് അച്ചാറാക്കണം. അതിനായിട്ട് ആദ്യം കടുക് ഇടുന്നു, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് അവൾ ആഡ് ചെയ്യുന്നത് പെരിഞ്ജീരകമാണ്. അവളുടേതാണ് പാചകം, അവളാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോൾ അവൾ അത് ചെയ്ത് കഴിയും. അതാണ്. വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി നമ്മൾ സാധാരണ വറുത്ത് കോരുകയായിരുന്നു. ഇപ്പം നമ്മളിത് വറുത്തില്ല, അതിട്ട് കൊടുത്തു. വറുത്ത് കോരി പൊടിക്കുമായിരുന്നു. ഇപ്പോൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. കറിവേപ്പിലയും കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ. നമ്മൾ പച്ചമുളക് നമ്മുടെ ബീഫ് അച്ചാർ ചേർക്കാറില്ല കേട്ടോ. വറ്റൽമുളകാണ് ചേർക്കുന്നത്. പലരും ചേർക്കാറുണ്ട്, നമ്മൾ ചേർക്കാറില്ല. അതിലിപ്പോൾ വേറെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. നമ്മുടെ മസാലയാണ്, അവിടെ സ്പെഷ്യൽ മസാലയാണ്. കാശ്മീരി പൊടിയും മഞ്ഞൾപ്പൊടിയും കായവും സാദാ മുളക് പൊടിയും അങ്ങനെ എല്ലാം ചേരുന്ന നൈമിത്രയുടെ മാജിക് മസാല എന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞാൽ ഈ ബീഫ് അച്ചാർ പ്രവാസികളായിട്ടുള്ള ആൾക്കാരോടൊക്കെ പറയാനുള്ളത്, ബീഫ് അച്ചാർ മാത്രം മതി നമുക്ക് ചോറ് ഒഴിക്കാൻ. ഇതിപ്പോൾ ഈ കറി പോലെ കോരി ഒഴിക്കണമെന്നല്ല, അച്ചാറാണ്. കറി പോലെ കോരി ഒഴിച്ച് കഴിക്കരുത്. ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. കുറച്ച് മാത്രമാണ് വിനാഗിരിയൊക്കെ ചേർക്കുന്നത് കേട്ടോ. നിങ്ങളത് ആലോചിച്ചിട്ട് വേണം ചേർക്കാൻ. വടക്കോട്ടുള്ള ആൾക്കാർ പറയാറുണ്ട് വിനാഗിരി കുറച്ചും കൂടി കൂടുതൽ വേണം എന്ന് പറയാറുണ്ട് കേട്ടോ. എന്നിട്ട് ബീഫ് വെന്ത വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒന്നും തൊടരുതേ, എന്നാൽ ഇതിരിക്കത്തില്ല. കുറച്ച് നേരത്തെ പണിയുള്ളൂ. നമുക്കത് ബീഫ് ഇടിയിറച്ചിയുണ്ട്, ഇതും ഉണ്ടായിരുന്നു പണി. അങ്ങനെ അച്ചാർ റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും ഒരാളിവിടെ വന്നു. ഞാൻ ആൾ സംസാരിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അവൾ ബീഫൊക്കെ തട്ടി അച്ചാറാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കേണ്ടി വരുന്നത്. മൊത്തം റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ചൂടോടെ ചോറിൽ കോരി വെച്ചൊന്ന് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ വീഡിയോയാണ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇടിയിറച്ചിയാണ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇടിയിറച്ചിയും റെഡിയാക്കി വെച്ചു. ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ, പാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നൈമിത്രയുടെ അച്ചാറുകൾക്ക് ഓർഡർ തന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ അയച്ചു കൊടുക്കും. ഒരുപാട് സ്നേഹത്തിൻ്റെ ദിജാ.